കളിച്ചില്ല. അതിനുശേഷം ഒരു ടാസ്ക് ഉണ്ട്, നന്നായി കളിച്ചു കഴിഞ്ഞാൽ ആദ്യം കളിക്കുന്ന ആൾക്ക് നമ്മുടെ വൈഗയുടെ കൂടെ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇതിലും ഈ പഞ്ചപാണ്ഡവരില് നമ്മൾ ആരായിട്ടെന്നാ അർജുനൻ. ഓക്കെ, അപ്പൊ അർജുനൻ പാഞ്ചാലിയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ അവള് ഡാൻസ് കളിക്കുമ്പോ ഞാൻ കൂടെ ഇങ്ങനെ കറക്കിയൊക്കെ. ഓക്കെ, ഞാൻ ഇതിലും ഭീഷ്മരുടെ അടുത്തും അതുപോലെ തന്നെ ഭീമന്റെ അടുത്തൊക്കെ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ റെഡിയാണോ? കുഴപ്പമില്ലല്ലോ അല്ലേ? റെഡിയാണ് അല്ല? അയ്യോ, താങ്കൾക്ക് തന്നെയാണ് അവസരം, ഡോണ്ട് വറി. ഓക്കെ, ശരി. ഇതിന്റെ ഇടയിൽ നവീൻ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. നവീൻ എന്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞിട്ട് വൈകിട്ട് അടുത്ത് വേറെയാണ് പറഞ്ഞത്. നവീൻ വന്നിട്ട് ഈ കുട്ടിക്ക് കളിക്കാനൊക്കെ അറിയില്ലോ അല്ലേ? എനിക്ക് കുട്ടിയായിട്ട് അറിയില്ല, എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ കുട്ടിയുടെ കാലിബർ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. കാലിബർ അറിയില്ല പറഞ്ഞു കേട്ടോ വൈക. സത്യമായിട്ട് എനിക്ക് നീ നല്ല മുഖം കണ്ട ഈ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ അതിങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, നോബിച്ചേട്ടനെ വന്നപ്പോ പോലെ ശ്രദ്ധിച്ചോണ്ടിരിക്കണേ, ഞാൻ വൈകിയുടെ ഡ്രസ്സ് കൊള്ളാം, അതുപോലെ വൈകിനെ കാണാൻ ഭംഗി, നിങ്ങൾക്ക് എന്ത് ഇത്ര വലിയ ദേഷ്യം? അല്ല ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കണേ, നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം എന്നോട്. നവീൻ ചൂടാവല്ലേ, ഒന്നിലും മൂത്തതല്ലേ നോബിച്ചേട്ടൻ, സ്നേഹത്തിലൊക്കെ ചോദിച്ചൂടെ? അങ്ങനെ ചിരിച്ചോണ്ട് സംസാരിക്കും. വൈകയ്ക്ക് അറിയാം, വൈകയെ പറ്റി ആരെന്ന് പറഞ്ഞാലും ഞാൻ ഒന്നും മിണ്ടൂല. ഇതൊക്കെ ദേഷ്യം ഞാൻ പിന്നെ തീർക്കും. നവീനെ അർജുന്റെ സാരഥി ആരാന്നറിയോ? കൃഷ്ണൻ. തങ്കച്ചന ആ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തണം. ആ അമ്പ് എന്റെ നെഞ്ചത്തേക്ക് തന്നെ വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പഴേ തങ്കച്ച ചേട്ടാ, ഇവരുടെ ഈ ഒരു ഡാൻസ് കാണാൻ വേണ്ടിട്ട് തങ്കച്ച ചേട്ടൻ തങ്കച്ച കോറസ് കളിക്കും, സൂപ്പറാണ്. ഒരു റിബൺ കൊടുത്താൽ അവിടെ അതിന്റെ മുകളിൽ കയറിയിരുന്നു. റെഡിയല്ലേ? റെഡിയാണ്. പക്ഷേ സ്റ്റെപ്സ് എല്ലാം പ്രിപ്പയർഡ് ആണ്. ഓക്കെ, ശരി. അപ്പൊ സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ മനപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത്, ഈ ഒരു മൊമെന്റിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് പറയാനുണ്ട്. അതായത് അത് പറയൂ. നോ ബോഡി ടച്ചിങ്. റൂൾ നമ്പർ 2, ബോഡി ടച്ചിങ് അല്ലെ വിരലൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കിക്കൂടെ എന്ന് ചിലപ്പോൾ അവന് ഒരു ആഗ്രഹം ഉണ്ടാവും. അവനാ ഒരൊറ്റ പ്രതീക്ഷ അല്ലേ ലക്ഷ്മി? അവനാ ഒരൊറ്റ പ്രതീക്ഷയല്ല ഡാൻസിന് സമ്മതിച്ചത്. അടുത്തത്, ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. നോ ബോഡി ടച്ചിങ്ങിൽ എല്ലാ കാര്യങ്ങളും വരും. പക്ഷേ ഇവരുദ്ദേശിച്ച ഒരു ഡാൻസ് ആയിട്ട് എക്സ്പ്രഷൻസിലൂടെ ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ വരണം. അല്ല, അങ്ങനെ റൊമാൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ടച്ച് അല്ല. റൊമാൻസ് കണ്ണിലൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, എക്സ്പ്രഷനിലൂടെ. നോബി ചേട്ടാ, എനിക്കൊരു സംശയം. സത്യത്തിൽ ഈ നവീൻ മന്ദബുദ്ധിയാണോ അതോ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്നതാണോ? സത്യത്തിൽ ഇവൻ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുകയാണ്, പക്ഷെ ഇവൻ അറിഞ്ഞൂടെ ഇവൻ മന്ദബുദ്ധിയാണ്. ഈ മന്ദബുദ്ധിതരെ നമുക്ക് ഇവിടെ ഫ്ലോറിൽ വെച്ച് കാണാം, ഈ ഡാൻസിൽ കാണാം. ശരി, അധികം നിന്ന് വിറക്കണ്ട. ആ പഞ്ച് ഡയലോഗിൽ തന്നെ മ്യൂസിക് പ്ലീസ്.
വണ്ണത്തിലോ തടിയോ പൊക്കത്തിലോ ഗ്ലാമറിലോ ഒരു കാര്യമില്ല. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. അളിയന്റെ ഒക്കെ തടി എനിക്ക് കിട്ടിയത് കണ്ടല്ല, ഞാൻ വല്ല ഓല കെട്ടിയെങ്കിലും ജീവിച്ചേനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, പെട്ടെന്ന് വൈകയ്ക്ക് എൻ്റെ അടുത്ത് അങ്ങനെ ഈ ഡാൻസ് കളിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വരാൻ ഒരു മനംമാറ്റം വന്ന കാരണം എനിക്ക് അറിയാം. എന്ന് മാർബിളിൽ കിടക്കുന്നവർക്ക് ചിലപ്പോൾ ചാടാൻ വേണ്ടി തറ കിടക്കാൻ ഒരു ആഗ്രഹം കാണും. തൽക്കാലം ഇപ്പൊ ഈ ആപ്പിൾ കൊണ്ട് ഞാൻ ആശ്വസിക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്. എപ്പോഴേ ചോദിക്കണ്ട ആപ്പിള്. എടാ അപ്പഴാ കൊടുത്ത് ഒരു കടിയിഞ്ഞ് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്റെ അടുത്ത് വരുമായിരുന്നു. മനസ്സിലായി? ഈ ആപ്പിളും കൊണ്ട് പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. അപ്പഴേ വൈഗ പറയണം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഡാൻസ് പെർഫോമൻസ്? കാരണം ടമാർപടാറിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടുവരുന്ന ഒരു തരം കലാരൂപമാണ് ഡാൻസ് വിത്ത് നോ ബോഡി ടച്ചിങ്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്റെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ. ഏതായാലും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു പെർഫോമൻസ് ആയിട്ട് ഹൃദയം തകർന്നിട്ട് നിന്നിട്ടോ 5 മിനിറ്റ്. ഒരു മിനിറ്റ്. അല്ല അത് ശരിയായില്ല. അത് ഇവിടെ നിന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് അത് ചെയ്താലേ കറക്റ്റ് ആകും. വാഴ നനയുമ്പോഴേ ചീരയെ കൂടെ അങ്ങനെ നനയും. ഒരു കാര്യം ചെയ്യാം, എന്തായാലും വൈഗ ഉള്ളിന്നാണ് ആ ഒരു ഹഗ് കൊടുത്തത്. ചോദിച്ചു വാങ്ങണ അത്ര ശരിയല്ല. എപ്പിസോഡിൽ എപ്പോഴെങ്കിലും തങ്കുചേട്ടന് തരാൻ തോന്നണേ തന്നോട്ടെ. തങ്കച്ച കഷ്ടം, തങ്കച്ച അങ്ങോട്ട് അങ്ങോട്ട് ചോദിച്ചല്ലേ, റിഹേഴ്സൽ വേണ്ട, ഒരു അഡ്വാൻസ്. ശരി അപ്പഴേ അല്ല ഞാൻ ക്ലിയർ ചെയ്തേ. കാണാൻ കൊള്ളാവുന്നവരെ കേട്ടാ, കാണാൻ കൊള്ളാവുന്ന ഇങ്ങനെയുള്ള കെട്ടിപ്പിടിയും നമ്മളെയൊക്കെ ഇങ്ങനെ. അത് നടക്കണ കേസല്ല. അത് അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ചേട്ടനെ കെട്ടിപ്പിടിച്ച അത് ശരിയാവില്ല, അതുകൊണ്ടാ. ഹൈറ്റ് കൊണ്ട് ശരിയാവില്ല. എന്നെ കെട്ടിപ്പിടിക്കാതെ ഞാൻ ഈ പോകുന്ന പ്രശ്നമേ ഇല്ല. തങ്കം ചേട്ടന് വേണ്ടി ഈ ഒരു കർത്തവ്യം ഞാൻ ചെയ്യും. അല്ല, വൈക പറഞ്ഞതിലെ കാര്യമുണ്ട്. ഹൈറ്റിന് അത് രണ്ടുപേരുടെ പോവും വേണ്ട. ഫ്രൂട്ട് സലാഡ് ചോദിക്കുന്ന ഒരു ഉപ്പിട്ട നാരങ്ങ കൊടുക്കാം. തങ്കത്തിന്റെ ഈ ഇതെന്താ? അപ്പൊ ഒരു കാര്യം, ഇത് തങ്കം ചേട്ടനുണ്ട്, ഇത് തങ്കം ചേട്ടനുണ്ട്. അതെ, ഈ പുച്ഛം, അഹങ്കാരം, ഇങ്ങനെ ആദ്യായ ഭാവങ്ങൾ മുഖത്തിൽ വെച്ചാൽ കിട്ടില്ല. എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഫാൻസുകാര് നിന്നെ പുറത്തിറക്കൂല. അത് ആദ്യം മനസ്സിലാക്കി. സമയായോ ചേട്ടാ? സമയായോ? ഹഗ് ചെയ്യാനുള്ള സമയായോ? പെട്ടെന്ന് ഓക്കെ. ഏതായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ചെറിയൊരു പോസ് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡിന്റെ അവസാനം വരെ തങ്കുവിന്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് തോന്നിയിട്ട് വൈകിക്ക് അങ്ങനെ ഒരു മനസ്സിൽ ചെറിയൊരു മാറ്റം വരികയാണെങ്കിൽ ഈ ഒരു ഹഗിനെ പറ്റി അപ്പം ആലോചിക്കാം. ഓക്കെ, ശരിയാ. എനിക്ക് വേറെ ആൾക്കാരുണ്ട് ഇവിടെ. വേറാണെന്ന് ഉദ്ദേശിച്ചത് ലക്ഷ്മി ചേച്ചി അല്ലേ? പിന്നെ അത് ഒരു മാമി ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഇന്ന് തങ്കുവിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ടാസ്കാ? തോറ്റു കഴിഞ്ഞാൽ മീശ പഠിക്കണം, നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഹാക്കി കിട്ടും. തങ്കുവിന്റെ മീശ പോവാ അതോ ഭയങ്കര കെട്ടിപ്പിടുത്തം കിട്ടും എന്നുള്ളത് നോക്കാം. മീശ പോയാലും കുഴപ്പമില്ല, എനിക്ക് കെട്ടിപ്പിടുത്തം.